ഹലോ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ആകെ ഒരു ക്ഷീണവും വെപ്രാളവും പരവേശം. ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇരിക്കാനും വയ്യ, നടന്നിട്ട് നടക്കാനും വയ്യ, കൈയും കാലും നീട്ടുന്ന എടുക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴയിലോട്ടാണ് കേട്ടോ. കുറേ നേരം പുറകെ നടന്നിട്ടായിരിക്കാം ഇങ്ങനെ പോകാനായിട്ട് സമ്മതിച്ചത്. ഞങ്ങൾ നേരെ ആലപ്പുഴയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ എവിടെ പോയാലും മുല്ലക്ക വഴിയേ പോകത്തുള്ളൂ കേട്ടോ. അത് വേറൊന്നുമല്ല, ആലപ്പുഴയിൽ മുല്ലക്കയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ആനയുണ്ടല്ലോ, പിള്ളേർക്ക് അത് കണ്ട് കണ്ട് വേണം പോകാൻ. അങ്ങനെ അതുവഴി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ആലപ്പുഴ മസ്താമ്പള്ളിയിലോട്ടാണ്. എൻ്റെ ഉപ്പുപ്പാൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഉപ്പുപ്പാന്ന് അതെ, ഞങ്ങൾക്ക് ഉപ്പുപ്പ തന്നെയാണ്. അങ്ങനെ മസ്താമ്പള്ളി ചെന്ന് കയറിയപ്പം പതിവില്ലാത്ത തിരക്ക്. അന്നേരം ഞാൻ ഓർത്തത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നല്ല തിരക്കുണ്ടാവും. അങ്ങനെ ഓർത്തിട്ട് നേരെ ഞങ്ങൾ പള്ളിക്ക് അങ്ങോട്ട് ചെന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. എന്തൊക്കെയാറും 27-ാം രാവും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ചെന്നിട്ട് നേരെ പള്ളിക്കകത്തോട്ട് കയറി. ആദ്യം അവൾ ചെരുപ്പിട്ടുകൊണ്ട് കയറിയത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവളുമായിട്ട് തിരിച്ച് ഞാൻ പുറത്തിറങ്ങി കാലിന് ചെരുപ്പൊക്കെ ഊരി കാര്യം പോലെ പറഞ്ഞു കൊടുത്തിച്ചു. വേണ്ട, കാൽ ചെരുപ്പ് ഊരണം, എപ്പോൾ ഊരണവാ ഉമ്മി, എപ്പം വന്നാലും ഊരണം എന്നുള്ള കഥയാണ് അവൾ പറഞ്ഞത്. പിന്നെ ചെരുപ്പൊക്കെ ഊരി അകത്ത് കയറിയപ്പം നേർച്ചയായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തു. അതെൻ്റെ മോനും അവളും കൂടെ കഴിച്ചു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് യാസീനൊക്കെ ഓതി മനസ്സിലൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് ഒരുപാട് സമയം ഞങ്ങളവിടെ മാറിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോകാനുള്ള ഇപ്പിക്ക പറഞ്ഞു ഉസ്താനെ കണ്ടിട്ട് പറഞ്ഞു ഇക്ക ഉസ്താൻ്റെ അടുത്തോട്ട് പോയി. ഞങ്ങളിവിടെ അകത്ത് കുറേ നേരം പിന്നെയും അവിടെ മാറി യാസീൻ ഓതിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ഖബറാളികൾക്ക് മുന്നിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ സലാം പറഞ്ഞിട്ട് ഒരു ദിവസം ഞാനും തിരിച്ച് ഇതേ പള്ളിക്കാട്ടിൽ വരേണ്ടതാണ്. ഇവിടെ അല്ല, ഞങ്ങൾക്ക് പടിഞ്ഞാറാണെങ്കിലും ഇതുപോലെ ഞാനും കിടക്കേണ്ടതല്ലേ എന്ന് ഓർത്ത് അവർക്ക് സലാം പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.